ഇനി മുതൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ ഈ ബഹുമാനപ്പെട്ട എന്നാരെയും അഭിസംബോധന ചെയ്യേണ്ട എന്നുള്ള തീരുമാനം വന്നിട്ടുണ്ട്. എല്ലാവരും തുല്യരാണ് എന്ന സന്ദേശം പകരാനാണ് ഇത്തരത്തിലൊരു ഉത്തരവ് നഗരസഭ പുറപ്പെടുവിക്കുന്നത്. നഗരസഭയിലെ ആദ്യ കൗൺസിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ ഇനി മുതൽ ഒരു അപേക്ഷ നൽകുന്നതിനോ ഉത്തരവിലോ ഒന്നും തന്നെ ബഹുമാനപ്പെട്ട എന്ന് അഭിസംബോധന ചെയ്യേണ്ട. പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ആദ്യം ഇറക്കിയ ഉത്തരവ് അതാണ്. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. പൗരന്റെ മനസ്സിനകത്ത് ഭരണാധികാരികൾ തങ്ങളുടെ ഉടമകളാണെന്നും തങ്ങൾ അടിമകളാണെന്നൊരു ചിന്താഗതി അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുണ്ട്. അത് മാറ്റിയെടുക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം. പൗരനാണ് ജനാധിപത്യത്തിൽ പരമാധികാരി. ആ ബോധ്യം പൗരനും ഭരണാധികാരികൾക്കും ഉണ്ടാക്കിയെടുക്കുക എന്നതിൻ്റെ ആദ്യത്തെ ചുവട്ടുപടി എന്ന നിലയിലാണ് ബഹുമാനപ്പെട്ട എന്നും സാറെന്ന് വിളിക്കുന്നതും താഴ്മയോട് അപേക്ഷിക്കുന്നു എന്നുള്ള ആ വാക്കുകളൊക്കെ നമ്മൾ ഒഴിവാക്കി പൗരൻ്റെ അവകാശമാണ് അത് ആ രീതിയിൽ തന്നെ കത്തിടപാടുകളിലും ഫലകങ്ങളിലും എല്ലാം ബഹുമാനപ്പെട്ട എന്നുള്ളത് ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ആദ്യത്തെ കൗൺസിലിൽ ആദ്യത്തെ അജണ്ട അത് തന്നെയായിരുന്നു. പൗരൻ ഭരണാധികാരി മുകളിലാണെന്നുള്ള ചിന്താഗതി പൗരനിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം. ഒറ്റയടിക്കങ്ങനെ മാറ്റിയെടുക്കണമെന്ന് കഴിയില്ല. ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക്, ഞങ്ങളും ചിലപ്പോൾ മുതിർന്ന ആളുകൾ ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെ അഭിസംബോധന ചെയ്ത് ചിലപ്പോൾ പറഞ്ഞു നമുക്കത് മാറ്റത്തിനൊരു തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. അത് ശീലിച്ചു വരണം. അത് ഒറ്റയടിക്ക് ചിലപ്പോൾ മാറിക്കൊള്ളണമെന്നില്ല. ആ ശീലം തുടങ്ങി വെക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൽഗോഴ്സി മോഹനപ്പം, ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.